ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ബിഗിനേഴ്സ് ഗൈഡ് വെയിറ്റ് ലോസ് ചാലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് 2 വീഡിയോസ് നമ്മൾ ഫിനിഷ് ചെയ്തു. ഒന്നാമത്തെ വീഡിയോ നമ്മൾ വർക്ക്ഔട്ടിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. രണ്ടാമത്തെ ആ ഒരു പാർട്ടിൽ നമ്മൾ ഡയറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഈ ഒരു വീഡിയോ ആകുമ്പോഴേക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഓപ്ഷൻസിന്റെ ഒക്കെ ലിസ്റ്റ് നിങ്ങൾ എഴുതി വെക്കാനായിട്ടും നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി എന്താണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാനായിട്ടും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ആ ബുക്കൊക്കെ എടുത്ത് മുന്നിൽ വെച്ചിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ഇരിക്കാൻ. കാരണം നമ്മൾ ഇന്നൊരു വെയിറ്റ് ലോസ് ഡയറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവാണ്. ഈ ഒരു വെയിറ്റ് ലോസ് ഡയറ്റിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാലം സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു മീൽ പ്ലാൻ ആയിരിക്കും ഇത്. പിന്നെ നമ്മൾ എല്ലാവരും നമുക്ക് വേണ്ടി തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കും ഇത്. ഈ ഒരു പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, നമ്മൾ BFA സ്ക്വാഡിൽ ഓഗസ്റ്റ് മന്തിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു നമ്പറിലോട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മുടെ ഡയറ്റിന്റെ പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടുന്ന കലറി നീഡ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഏജ് ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൈറ്റും വെയിറ്റും നമ്മൾ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസും ഒക്കെ തന്നെ ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻസ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ കലോറി എമൗണ്ട് ആ ഒരു ഡയറ്റ് നിങ്ങൾക്ക് തന്നിത് നിങ്ങൾ ഫോളോ ചെയ്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് റിസൾട്ട് കിട്ടും, കുറച്ച് പേർക്ക് റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് എത്ര കലോറീസ് ആണ് നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം, ആ ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് അറിയാം, കലോറി ഡെഫിസിറ്റ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതിനാദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഒരു കലോറി ഡെഫിസിറ്റ് എത്രയാണെന്നുള്ളതാണ്. ഈ ഒരു കലോറി ഡെഫിസിറ്റ് പ്രകാരം നിങ്ങൾ ഒരു ദിവസം എത്ര കലോറി ഇൻടേക്ക് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു വെയിറ്റ് ലോസ് നിങ്ങൾക്ക് സാധ്യമാവുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഈസി ആയിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് എന്താ പറയുക, മാനുവലി കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനായിട്ടും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിളിൽ പോവാം, കലോറി ഡെഫിസിറ്റ് കാൽക്കുലേറ്റർ നമുക്ക് ചൂസ് ചെയ്യാം. അതിനകത്ത് കുറച്ച് പാരാമീറ്റേഴ്സ് ഒക്കെ നിങ്ങൾ എടുത്ത് ചോദിക്കും. അതായത് നിങ്ങളുടെ പിന്നെ വയസ്സ് എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ ജെൻഡർ ഏതാണ്, ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്നുള്ള കാര്യം ചോദിക്കും. നമ്മുടെ ഇപ്പോൾ കറണ്ട് വെയിറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ നമ്മളുടെ ഡെയിലി നമ്മൾ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതും പല കാറ്റഗറീസ് ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവരാണോ, അല്ലെങ്കിൽ ഒരു 1 to 3 days വീക്ക്ലി വർക്ക്ഔട്ട് ചെയ്യുന്നവരാണോ, 1 to 4 days വർക്ക്ഔട്ട് ചെയ്യുന്നവരാണോ, 4 to 5 days ചെയ്യുന്നവരാണോ, ഇന്റൻസ് വർക്ക്ഔട്ട് അല്ലെങ്കിൽ ഇന്റൻസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരാണോ എന്നുള്ളൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ആക്ടിവിറ്റി ലെവൽ എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഡെസ്ക് ജോബ് മാത്രം ചെയ്യുന്നവരാണ്, അധികം ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരുന്നത്, അതിനകത്ത് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു 1 to 3 days ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നുള്ള രീതിയിലാണ്. ഞാൻ 4 to 5 days വർക്ക്ഔട്ട് ചെയ്യാറുണ്ട്, പക്ഷെ 1 to 3 എന്നാണ് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. എന്റെ ഹൈറ്റും വെയിറ്റും ഏജും അങ്ങനെയുള്ള കുറച്ച് പാരാമീറ്റേഴ്സും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു കലോറി ഡെഫിസിറ്റ് എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇപ്പോൾ ഉള്ള വെയിറ്റ്, ഇപ്പൊ എന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 54 kgs ആണ്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടുന്ന ഒരു കലോറി ഇൻടേക്ക് 1635 കലോറീസ് ആണ്. ഇത് ഏകദേശം ഒരു 1600 കലോറീസ് നമുക്ക് എടുക്കാം. അപ്പൊ അത്രയും കലോറീസ് ആണ് ഞാൻ ഡെയിലി ഇൻടേക്ക് ചെയ്യുന്നതെങ്കിൽ എന്റെ ഈ ഒരു വെയിറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് ചെയ്യുക. എനിക്ക് വെയിറ്റ് ഗെയിൻ ആവുകയില്ല, വെയിറ്റ് ലോസ് ആവുകയില്ല. അപ്പൊ ഈ ഒരു രീതിയിലുള്ള ഒരു ഡയറ്റ് ആയിരിക്കണം ഞാൻ ചൂസ് ചെയ്യേണ്ടത്. ഇനിയിപ്പം എനിക്ക് ആഴ്ചയിൽ ഒരു എന്താ പറയുക 0.25 കിലോഗ്രാം വെച്ചിട്ട്, അതായത് ഇതൊക്കെയാണ് ഹെൽത്തി വെയിറ്റ് ലോസ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരാഴ്ച കൊണ്ട് 1 കിലോ കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് 2 കിലോ കുറയ്ക്കുക, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് അല്ല ഇതിനകത്ത് വരുന്നത്. അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അപ്പൊ ആഴ്ചയിൽ നമുക്കൊരു 0.25 കിലോഗ്രാം വെച്ചിട്ട് എനിക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി എടുക്കേണ്ട ഒരു കലോറി ഇൻടേക്ക് 1300 കലോറി, അതായത് 1385 കലോറി, അതായത് ഏകദേശം ഒരു 1300 കലോറീസ് ആണ് ഞാൻ കഴിക്കേണ്ടത്. ഇനി എനിക്ക് ആഴ്ചയിൽ ഒരു 0.5 കിലോഗ്രാം, അതായത് ഒരു 1/2 kg വെച്ചിട്ട് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ 1135 കലോറീസ് മാത്രമേ ഇൻടേക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു 1 kg വെച്ച് കുറയ്ക്കണം, അതായത് എക്സ്ട്രീം വെയിറ്റ് ലോസ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 635 കലോറീസ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇതിനകത്ത് എനിക്കറിയാം ഈ ഒരു 600 കലോറി അല്ലെങ്കിൽ 1135 കലോറി ഒന്നും എനിക്ക് പോസിബിൾ ആവുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മൾ 1200 കലോറിയിൽ താഴെയുള്ള ഒരു ഫുഡ് ഇൻടേക്ക് എന്ന് പറയുന്നത് ഹൈ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്, ഒട്ടും ഹെൽത്തി അല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ഞാൻ ഒന്നുകിൽ ഇതിൽ ചൂസ് ചെയ്യുക, അതായത് എനിക്ക് ആഴ്ചയിൽ ഒരു 0.25 കിലോഗ്രാം വെച്ച് കുറയാനായിട്ട് 1385 കലോറീസ് ആണ് ഞാൻ ഇൻടേക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് എനിക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്താം. കാരണം ഞാനിപ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന എന്റെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് 1 to 3 days ആണ്. അതായത് ആഴ്ചയിൽ ഞാൻ 3 ദിവസം വെച്ച് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നത് 4 to 5 days ആണ്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ആക്ടിവിറ്റി ലെവൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു 4 to 5 days വർക്ക്ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് അതിനകത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചും കൂടെ കലോറി ഇൻടേക്ക് എടുക്കാം എന്നുള്ള രീതിയിലുള്ള റിസൾട്ട് ആയിരിക്കും എനിക്ക് വരുന്നത്. അതായത് ഏകദേശം ഒരു 1400 കലോറീസ് ഒക്കെ എനിക്ക് ഒരു ദിവസം ഇൻടേക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം വർക്ക്ഔട്ടിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. നമ്മൾ ഈ എക്സ്ട്രീം കലോറി ഡയറ്റിൽ കീപ്പ് ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതാണ്
ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ദിവസം ഒരു 1 hour ആണ് ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നത്. രാവിലെ ഒരു 30 minutes ഞാൻ വർക്ക്ഔട്ട് ചെയ്യും, ഈവനിങ് ഒരു 30 minutes വാക്ക് ചെയ്യും. രാവിലെ ചെയ്യുന്ന 30 minutes സ്ട്രെങ്ത് ട്രെയിനിങ്, കാർഡിയോ, അങ്ങനെ ഒരു മിക്സ് ആയിട്ടുള്ള വർക്ക്ഔട്ട് ആയിരിക്കും. വൈകുന്നേരം ജസ്റ്റ് വാക്കിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. ട്രെഡ്മിൽ വാക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഡോർ വാക്ക്, അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ്. അങ്ങനെ ഡെയിലി ഞാനിപ്പോൾ ഒരു 1 hour ടച്ച് വുഡ് ഞാനിപ്പോൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരു 4 to 5 days വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ആഹാരം എടുത്തുകൊണ്ടുള്ള ഒരു വെയിറ്റ് ലോസ് ജേർണി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 1200 കലോറീസിൽ താഴെ ഫുഡ് എടുക്കാത്ത രീതിയിലായിരിക്കണം നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം സെറ്റായി. ഇനി നമ്മൾ ഡയറ്റിന്റെ പ്രിപ്പറേഷനിലോട്ട് കടക്കുകയാണ്. അപ്പൊ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വെയിറ്റ് ലോസ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ മിസ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത 2 ഘടകങ്ങളാണ് ഫൈബറും അതുപോലെ തന്നെ പ്രോട്ടീനും. അപ്പോൾ പച്ചക്കറികൾ ഇഷ്ടമില്ലാത്തവരുണ്ടാവും, പ്രോട്ടീൻ ഇൻടേക്ക് അധികം ഇഷ്ടമില്ലാത്തവരുണ്ടാവും, നമ്മൾ ഒരുപാട് ചോറും ചപ്പാത്തിയും ഒക്കെ കഴിച്ച് ശീലിച്ചവരായിരിക്കും. പക്ഷെ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ ഈ ഒരു കാര്യമൊക്കെ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഒന്നാമത്തെ റൂള്. നിങ്ങൾ എടുക്കുന്ന 3 മെയിൻ മീൽസ്, അത് നിങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഡേ ഷിഫ്റ്റ് ചെയ്യുന്നവരായിക്കോട്ടെ, വീട്ടമ്മമാരായിക്കോട്ടെ, നിങ്ങൾ എടുക്കുന്ന മെയിൻ മീൽസ്, അതിപ്പോ 1 time ആവട്ടെ, 2 times ആവട്ടെ, 3 times ആവട്ടെ, നിങ്ങൾ എടുക്കുന്ന മെയിൻ മീൽസിനകത്തൊക്കെ തന്നെ പ്രോട്ടീനും ഫൈബറും കറക്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അപ്പൊ ഇത് നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഈ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ നോർമലി ഒരു ടിപ്പിക്കൽ മലയാളി ഹൗസ് ഹോൾഡിലൊക്കെ ഉണ്ടാക്കുന്ന ഫുഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഞാനൊരു ലിസ്റ്റ് ഇവിടെ കൊടുക്കാം. അതിനായിരിക്കും നമ്മൾ കഴിക്കുന്നത് ഇഡ്ഡലി, പുട്ട്, ദോശ, ഉപ്മാവ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ പലരും ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ ക്ലയൻസ് ആണെങ്കിൽ തന്നെ ഇനീഷ്യൽ ഡേയ്സിൽ അവർ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്, ഒരു മിസ്റ്റേക്ക് ആണ് ഇപ്പം പുട്ടും പഴവും ഒരു കോമ്പിനേഷൻ ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഈ പുട്ട് സ്റ്റൂ ഇതൊക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ട് കാണുന്നവരുണ്ട്. പക്ഷെ ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പുട്ട് ഹെൽത്തിയാണ്, പഴം ഹെൽത്തിയാണ്. പക്ഷെ അതൊരു വെയിറ്റ് ലോസ് കോംബോ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം അതിനകത്ത് കാർബിന്റെ ഇൻടേക്ക് ആണ്, അല്ലെങ്കിൽ കാർബിന്റെ അളവാണ് കൂടുതലായിട്ട് വരുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് ഒരു കറക്റ്റ് റേഷ്യോ ആണ്. കറക്റ്റ് കാർബൺ ഉണ്ടായിരിക്കണം, കറക്റ്റ് പ്രോട്ടീൻ ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ പുട്ടും പഴവും എന്ന് പറയുന്നത് 2ഉം കാർബിൽ പെടുന്ന ഒരു സംഭവമാണ്. അപ്പൊ ആ ഒരു കോമ്പിനേഷൻ നമുക്ക് ഒട്ടും തന്നെ നല്ലതല്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പുട്ടും അതിന്റെ കൂടെ ഏതെങ്കിലും ഒരു പ്രോട്ടീൻ റിച്ച് കറിയും ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പൊ നിങ്ങളൊരു വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് കടല, ചെറുപയർ, അല്ലെങ്കിൽ സോയാ ചങ്ക്സ്, ഗ്രീൻ പീസ്, ഇങ്ങനെയുള്ള പല വെറൈറ്റീസും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ പനീർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വെജിറ്റേറിയൻ ഓപ്ഷൻസും ഉപയോഗിക്കാം. അതല്ലാതെ നിങ്ങൾക്ക് എഗ്, ഫിഷ്, ചിക്കൻ ഇതുപോലെയുള്ള കംപ്ലീറ്റ് പ്രോട്ടീൻ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഇപ്പൊ നിങ്ങൾ പുട്ടാണെങ്കിലോ ഇഡ്ഡലി ആണെങ്കിലോ ദോശയാണെങ്കിലോ ഉപ്മാവാണെങ്കിലോ ഏത് ഫുഡ് ഓപ്ഷൻസ് കഴിക്കുന്ന സമയത്തും ഇങ്ങനെ ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു കറി അതിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് നിങ്ങൾ കഴിച്ചിരിക്കണം. അതൊരു 6 to 7 tablespoon വരെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇനി അതിന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾ ഒരു പഴവും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കുഞ്ഞു പഴമൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ഇനി ലഞ്ചിലോട്ട് വരുമ്പോഴും നമ്മൾ ഏകദേശം ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നമ്മളൊരു ലഞ്ച് പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഹാഫ് പ്ലേറ്റ്, അതിന് 3 പാർട്ടായിട്ട് നമ്മൾ ഭാഗിക്കണം. അതിന്റെ ഒരു ഹാഫ് പ്ലേറ്റിനകത്ത് നമ്മൾ വെജിറ്റബിൾസ് ആയിരിക്കണം ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പം വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ തന്നെ പലരും അയ്യോ സാലഡ്സ് കഴിക്കണമെന്ന് ചോദിക്കും. പലർക്കും ഈ റോ സാലഡ്സ് ഇഷ്ടമില്ലാത്ത പലരും ഉണ്ടാവും. എനിക്കും റോ സാലഡ്സ് അങ്ങനെ ഇഷ്ടമല്ല. കുക്കുംബർ ഒന്നും എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷെ ക്യാരറ്റ് ഇഷ്ടമാണ്. അത് റോ ആയിട്ട് കഴിക്കാനാണ് എനിക്കിഷ്ടം. ഉപ്പേരി വെച്ച് കഴിക്കുന്നതിനേക്കാളും റോ ആയിട്ട് ക്യാരറ്റ് കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ നമുക്ക് കുക്ക്ഡ് വെജിറ്റബിൾസ് കഴിക്കാം. അതായത് ഈ പയർ, അല്ലെങ്കിൽ ക്യാബേജ്, അങ്ങനത്തെ പല വെറൈറ്റീസ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ കുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപ്പേരി ആയിട്ട് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഹാഫ് പ്ലേറ്റ് ആണല്ലോ വെജിറ്റബിൾസ് വേണമെന്ന് പറഞ്ഞത്, ആ ഒരു ഹാഫിന്റെ ഒരു 1/4 ഭാഗം നിങ്ങൾക്ക് കുക്ക്ഡ് വെജിറ്റബിൾസും ബാക്കിയുള്ള 1/4 ഭാഗത്ത് നിങ്ങൾക്ക് സാലഡ്സ് പോലെയുള്ള കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ ഒരു എക്സാമ്പിൾ പ്ലേറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനിയുള്ള ബാക്കിയുള്ള ഒരു 1/4 ഭാഗത്ത് നിങ്ങൾ പ്രോട്ടീൻ ഡിഷസ് ഇൻക്ലൂഡ് ചെയ്യാം. ദാലോ, ചെറുപയറോ, വൻപയറോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. അതല്ലെങ്കിൽ ചിക്കൻ, ഫിഷ്, പിന്നെ അതുപോലെ തന്നെ എഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതല്ലെങ്കിൽ പനീർ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ബാക്കി വരുന്ന ഈ ഒരു 1/4 പോർഷനകത്താണ് നമ്മൾ ചോറ് പോലെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ചോറ് ഇഷ്ടമില്ല എന്ന് വെച്ചാൽ ചോറ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ചോറ് ഇഷ്ടമുള്ള ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ചോറ് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 നേരം ചോറ് കഴിക്കാം. അപ്പൊ ചോറ് ഒരു കാരണവശാലും നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ആ ഒരു പോർഷൻ സൈസ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു 1/4 പോർഷനിൽ മാത്രമേ നിങ്ങൾ ചോറ് എടുക്കാൻ പാടുള്ളൂ. ആ ഒരു ചോറ് അങ്ങനെ എടുക്കുമ്പോൾ ഏകദേശം ഒരു 6 to 7 tablespoon ചോറായിരിക്കും നമ്മൾ എടുക്കേണ്ടി വരുന്നത്. അതിൽ കൂടുതൽ കഴിക്കാതിരിക്കും. ഒരു പോർഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ചോറ് കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി ഒരു ചോറ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഈ ഒരു ചോറിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇഡ്ഡലി കഴിക്കാം, അതല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കാം, ഗോതമ്പ് ദോശ കഴിക്കാം, മില്ലറ്റ് ഐറ്റംസ് കഴിക്കാം, റാഗി ദോശ കഴിക്കാം, റാഗി ഇഡ്ഡലി കഴിക്കാം. അങ്ങനെ പല പല വെറൈറ്റീസ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഈ ഒരു കാർബിന്റെ സ്ഥാനത്ത് ഇൻക്ലൂഡ് ചെയ്യാം.
അപ്പൊ അങ്ങനെ ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് ഞാൻ ഒരു പോർഷനിൽ ദാൽ, അതായത് പ്രോട്ടീൻ എടുത്തിട്ടുണ്ട്, ഒരു പോർഷനിൽ റൈസ് എടുത്തിട്ടുണ്ട്, ബാക്കി വരുന്ന ഹാഫ് പ്ലേറ്റിനകത്ത് ഞാൻ കുക്ക്ഡ് വെജിറ്റബിൾസും അതുപോലെ തന്നെ റോ വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ ഒരു പ്ലേറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ പ്രോപ്പർ ലഞ്ച്, ഒരു ബാലൻസ്ഡ് ലഞ്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കഴിക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഡിന്നറിലോട്ട് വരികയാണെങ്കിൽ ഡിന്നർ കഴിയുന്നത് നമ്മൾ ലൈറ്റ് ആയിട്ട് വേണം കീപ്പ് ചെയ്യാൻ. നിങ്ങൾക്ക് എന്താ പറയുക, നല്ല വിശപ്പുള്ള, അതായത് രാത്രിയൊക്കെ നല്ല രീതിയിൽ വിശക്കുന്ന ആളുകളാണെങ്കിൽ കഴിയുന്നത് നമ്മളൊരു 7 PM മുന്നേ ആയിട്ട് നമ്മൾ ഡിന്നർ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് രാത്രിയാകുമ്പോൾ നല്ല രീതിയിൽ വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മീല് തന്നെ എടുക്കാം. അതായത് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച, ഞാനിപ്പോൾ കാണിച്ച പ്ലേറ്റ് ഉണ്ടല്ലോ, ആ സെയിം പ്ലേറ്റ് തന്നെ നിങ്ങൾക്ക് രാത്രിയും കഴിക്കാം. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രിയും ചോറ് കഴിക്കാം എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ രാത്രിയും ഈ ഒരു സെയിം പ്ലേറ്റ് നിങ്ങൾക്ക് കഴിക്കാം. അല്ലെങ്കിൽ ഈ ഒരു ചോറിന്റെ സ്ഥാനത്ത് ചപ്പാത്തി, ദാല്, ഈ ഒരു വെജിറ്റബിൾസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ രാവിലെ എടുത്ത ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ, അതായത് പുട്ടും കടലക്കറി അല്ലെങ്കിൽ പുട്ടും ചെറുപയർ കറിയും, അങ്ങനെ നമ്മൾ കോമ്പിനേഷൻ എടുത്തിട്ടുണ്ടാവില്ല, ആ ഒരു സെയിം കോമ്പിനേഷൻ നിങ്ങൾക്ക് രാത്രി കഴിക്കാം. നല്ല രീതിയിൽ വിശപ്പുള്ള ആളുകൾക്കാണ് ഞാൻ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ഓപ്ഷൻസിലോട്ട് പോകാം. സൂപ്പുകൾ കഴിക്കാം, വെജിറ്റബിൾ സൂപ്പ് അല്ലെങ്കിൽ ചിക്കൻ സൂപ്പ് അങ്ങനെയൊക്കെ ആക്കിയിട്ട് കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് സ്മൂത്തീസ് പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അതായത് നമുക്ക് ഓട്സ്, ബനാന, പ്രോട്ടീൻ പൗഡറൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്, പ്രോട്ടീൻ പൗഡറൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒരു 300 കലോറി ഒരു സ്മൂത്തി ഒക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ എന്താ പറയുക, റാഗി പോറിഞ്ച് ഉണ്ടാക്കാൻ പറ്റും, ഓട്സ് പോറിഞ്ച് ഉണ്ടാക്കാൻ പറ്റും. ഓട്സ് പോറിഞ്ചും അങ്ങനത്തെ ഒക്കെ കഴിക്കാൻ അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ സോഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം. ഒന്നുകിൽ എഗ് നമുക്ക് ബോയിൽ ചെയ്ത് കഴിക്കാം, അതല്ലെങ്കിൽ പനീർ ബുർജി, എഗ് ബുർജി അങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു പ്രോട്ടീൻ സോഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കണം. ഇതൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റാവുന്ന സംഭവമാണ്. അതല്ലെങ്കിൽ നമുക്ക് പോഹ ഉണ്ടാക്കി കഴിക്കാം, അതായത് അവിലിന്റെ ഉപ്മാവ്, അതിനകത്ത് നമ്മൾ പീനട്ടും കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു മീലായി കഴിഞ്ഞത്. അപ്പൊ അതും നമുക്ക് വളരെ, എനിക്ക് തോന്നുന്നു ലെസ് ദാൻ 10 മിനിറ്റ്സിലൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റാവുന്ന ഐറ്റംസ് ആണ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യേണ്ടത്. ഇനി ഇടനേരത്തെ സ്നാക്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്താ പറയുക, എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാം. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കണം. ആപ്പിള്, ബനാന, ഓറഞ്ച് എന്താണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് സീഡ്സ് കഴിക്കാവുന്നതാണ്. പിന്നെ പംകിന്റെ സീഡ്സ് ഉണ്ടാവും, നട്ട്സിന്റെ വെറൈറ്റീസ്, കാഷ്യൂസ്, ബദാം, പിസ്ത അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ അതും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇതൊക്കെ ഞാൻ എന്താ പറയുക, വർക്കിംഗ് ആയിട്ടുള്ള ആളുകളെ കൂടി ഉദ്ദേശിച്ച് പറയുകയാണ്, അവർക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാവുന്ന, പെട്ടെന്ന് തന്നെ കഴിച്ചു തീർക്കാൻ പറ്റാവുന്ന ഐറ്റംസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈസി ആയിട്ടുള്ള ഐറ്റംസ് പറയുന്നത്. അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ ഡയറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അങ്ങനെ ഓരോ ദിവസത്തെ നമ്മൾ ലിസ്റ്റ് ഔട്ട്, ഇപ്പൊ നിങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്ത് വെച്ച കുറെ ഫുഡ് ഐറ്റംസ് ഉണ്ടാവുമല്ലോ, അത് വെച്ച് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ ഷഫിൾ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫുഡ് ഓപ്ഷൻസ് കഴിക്കാനും പറ്റും. അങ്ങനെ ഏതെങ്കിലും ഒരു ഫുഡിൽ മാത്രം നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടതായിട്ട് വരില്ല. അതായത് റാഗി ആണെങ്കിൽ റാഗി മാത്രം, എന്താ പറയുക, ഓട്സ് ആണെങ്കിൽ ഓട്സ് മാത്രം, അങ്ങനെയൊന്നും നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടി വരില്ല. ഈ രീതിയിൽ ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് ഒരുവിധം എല്ലാ ഫുഡ് ഓപ്ഷൻസും നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചായയും കാപ്പിയും ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാമോ എന്ന്. ചായയും കാപ്പിയും ഒന്നും കുടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതേപോലെ തന്നെ അതിനകത്ത് ഷുഗർ ആഡ് ചെയ്തിട്ട്, അതായത് മോഡറേറ്റ് ഷുഗർ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, 2-3 ടേബിൾ സ്പൂൺ എടുത്ത് ഒഴിക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത്. 1 ടീസ്പൂൺ ഷുഗർ ഒക്കെ ഇട്ടിട്ട് ഒരു ചായ കുടിക്കുക, ഒരു കോഫി കുടിക്കുക എന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ്ലി നോർമൽ ആണ്. ഈ ഒരു ടീസ്പൂൺ ഷുഗർ ഒരിക്കലും നിങ്ങളുടെ വെയിറ്റ് ലോസ് സ്റ്റഡിനെ ബാധിക്കാൻ പോകുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എഗെയിൻ ഞാൻ പറയുകയാണ്, നമ്മുടെ ടോട്ടൽ കലോറി ഇൻടേക്ക് ആണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നിങ്ങളുടെ കലോറി ഡെഫിസിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയത്, ഇപ്പോൾ ഒരു 1400 കലോറി ആണെങ്കിൽ ഒരിക്കലും ആ ഒരു 1400 കലോറിയിൽ കൂടുതലായി പോവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു ബഡ്ജറ്റിനകത്ത് വെച്ച് നിങ്ങൾക്ക് എന്ത് ഫുഡും കഴിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ഒരു ദിവസം ഒരു ബർഗർ കഴിക്കുകയാണെങ്കിലോ പിസ്സ കഴിക്കുകയാണെങ്കിലോ ഒന്നും കുഴപ്പമില്ല. നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ മറ്റ് മീൽസുകളൊക്കെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 80-20 റൂൾസിലൂടെ നിങ്ങളുടെ ഡയറ്റ് ഈസി ആയിട്ട് വളരെ കൂളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ 80-20 റൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. 80% നമ്മൾ നല്ല ഫുഡുകൾ, റിയൽ ഫുഡ്, നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്ത ആഹാരങ്ങൾ കഴിക്കുക. 20% നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വീറ്റ്സ് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആഹാരങ്ങളൊക്കെ ചേർത്ത് നിങ്ങളൊരു ഡയറ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഇനി മൂന്നാമത്തെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈഡ്രേഷൻ പാർട്ടാണ്. ഹൈഡ്രേഷൻ പാർട്ട് നമ്മളൊരു ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് ഇപ്പൊ നമ്മൾ ഒരു 25 കിലോഗ്രാമിന് 1 ലിറ്റർ എന്നുള്ള രീതിയിൽ വാട്ടർ ഇൻടേക്ക് ചെയ്യുക. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു 50 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 2 ലിറ്റർ വെള്ളം കുടിക്കണം. ഈ ഒരു രീതിയിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, എത്ര വെള്ളമാണ് നിങ്ങൾ ഒരു ദിവസം കുടിക്കേണ്ടത് നിങ്ങൾ നോക്കുക. അപ്പൊ ഒരു 4 ലിറ്റർ ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾ 4 ലിറ്റർ ഒന്നും കുടിക്കേണ്ട ആവശ്യമില്ല, 3 ലിറ്റർ എങ്കിലും ഡെയിലി നിങ്ങൾ കുടിക്കാൻ വേണ്ടി നോക്കുക. ഇനി നെക്സ്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റ് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ വെളിച്ചെണ്ണ, അതുപോലെ നമ്മൾ ഈ താളിച്ചൊഴിക്കലൊക്കെ നമ്മൾ ഇന്ത്യൻ ഡിഷസിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓയിലിന്റെ അളവ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അത്രയും ഒരുപാടൊന്നും ഓയിൽ യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഇപ്പൊ നമ്മൾ പുറത്തുനിന്നുള്ള ആഹാരങ്ങളാണെങ്കിലും നമുക്ക് ചിലപ്പോൾ നമ്മൾ ഇച്ചിരി ആയിരിക്കും കഴിക്കുന്നത്, പക്ഷെ അതിനകത്തുള്ള എന്താ പറയുക ഓയിലിന്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പൊ അതിന്റെ കലോറി വാല്യൂവും കൂടും. 1 ഗ്രാം പ്രോട്ടീൻ അല്ലെങ്കിൽ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ജസ്റ്റ് 4 കലോറീസേ വരുന്നുള്ളൂ. പക്ഷെ 1 ഗ്രാം ഫാറ്റിനകത്ത് ഏകദേശം 8 കലോറീസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി കലോറി ഡെൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളിപ്പം നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആഹാരത്തിലാണെങ്കിലും ആ ഒരു ഫാറ്റിന്റെ അളവ് റെഡ്യൂസ് ചെയ്ത് ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് ശീലിക്കാൻ വേണ്ടി പഠിക്കുക. അത് നമ്മുടെ ഡയറ്റിനെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ
കാര്യങ്ങൾ മാത്രമേ നമ്മളൊരു ഡയറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഈ തൈറോയിഡ്, PCOD, കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൈറോയിഡ്, PCOD ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ വൈറ്റ് ഫുഡ് ഇൻടേക്ക് നിങ്ങൾ കുറച്ച് കുറയ്ക്കണം. അതായത് നിങ്ങൾ ഈ ചോറ്, ഇഡ്ഡലി, ദോശ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് കഴിയുന്നത് ബ്രൗൺ റൈസ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. മറ്റുള്ളവർക്കാണെങ്കിൽ വൈറ്റ് റൈസും കഴിക്കാവുന്നതാണ്, പോർഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ തൈറോയിഡ്, PCOD ഒക്കെ ഉള്ളവരാണെങ്കിൽ കഴിയുന്നത് ബ്രൗൺ റൈസ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. മില്ലറ്റ് കൂടുതലായിട്ട്, അതായത് ആഴ്ചയിൽ ഒരു 3 വട്ടമെങ്കിലും മില്ലറ്റ്സ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അത് റാഗി ആവാം, ചാമയാവാം, എന്ത് തരത്തിലുള്ള മില്ലറ്റ് ആണെങ്കിലും നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസം നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇടനേരത്തുള്ള 2 ദിവസങ്ങളിൽ അല്ലെങ്കിൽ 2-3 ദിവസങ്ങളിൽ നിങ്ങൾക്ക് റൈസ് സാധാരണ, അതായത് ബ്രൗൺ റൈസോ അല്ലെങ്കിൽ വൈറ്റ് റൈസോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. കഴിയുന്നതും ഈ ഒരു സിമ്പിൾ കാർബോഹൈഡ്രേറ്റിന്റെ ഇൻടേക്ക് കുറയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കോംപ്ലക്സ് കാർബായിരിക്കണം നിങ്ങളുടെ ഡയറ്റിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഷുഗറി ആയിട്ടുള്ള കാര്യങ്ങൾ, ഡയറി പ്രൊഡക്ട്സ്, ഈ പാല്, തൈര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 1-2 അല്ലെങ്കിൽ 3 ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് കേടും പാലും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി കുക്ക് ചെയ്യുന്ന ആഹാരങ്ങൾ വെച്ചിട്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ കലറി ഡെഫിസിറ്റ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക, പ്ലേറ്റ് ബാലൻസ്ഡ് ആണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക, ഓവർ കാർബ് ഇൻടേക്ക് ആയി പോകുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക, പ്രോപ്പർ ആയിട്ട് ഹൈഡ്രേഷൻ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവരും ഒരു പ്രോപ്പർ ഡയറ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ കലറി ഡെഫിസിറ്റ് എത്രയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയെന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയ കലോറി ഡെഫിസിറ്റ് എന്താണ് എന്നുള്ള കാര്യം താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വെയിറ്റ് പ്രകാരം ഞാൻ പറഞ്ഞാൽ 25 കിലോഗ്രാമിന് 1 ലിറ്റർ എന്നുള്ള രീതിയിലാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾ ഓരോ ദിവസവും എത്ര വെള്ളമാണ് കുടിക്കേണ്ടത്, നിങ്ങളുടെ ടാർഗറ്റ് എത്രയാണ് എന്നുള്ള കാര്യവും താഴെ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കലോറി ഡെഫിസിറ്റ് കിട്ടിയിട്ടുണ്ടാവും, അതൊരു 1400 അല്ലെങ്കിൽ 1300 കലോറി ഒക്കെ ആയിരിക്കാം. അപ്പൊ ആ ഒരു ഡയറ്റിൽ തന്നെ എപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ നിങ്ങൾ എക്സ്ട്രാ കലോറി എടുത്തു പോയി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ ഹിറ്റ് ചെയ്യാതെ ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് നമ്മുടെ വെയിറ്റ് ലോസ് എങ്ങനെ മുന്നോട്ട് പോകാമെന്നും നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ആ ഒരു വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. Bye.